യാതൊരുവിധ ഡൊണേഷനും സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് 3 വിഷയങ്ങൾക്ക് 80% കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് MES സ്കോളർഷിപ്പോട് കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു. ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു. MES കോളേജ് കൊച്ചി, മുണ്ടംവേലി, നിയർ തോപ്പുംപടി, കൊച്ചി. Contact 0484298067 7902980067. ലോക രക്തദാന ദിനത്തോടനുബന്ധിച്ച് CSS രക്തബന്ധു രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ലോക രക്തദാന ദിനത്തോടനുബന്ധിച്ച് CSS രക്തബന്ധുവും സെൻട്രൽ സ്ക്വയർ മാളും ലൂർദ് ആശുപത്രിയും സംയുക്തമായി നടത്തിയ രക്തദാന ക്യാമ്പ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അനൂപ് ചാക്കോ ഉദ്ഘാടനം ചെയ്തു. സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഫ്രാൻസിലേക്ക് വന്ന് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യും. അതൊരു ഇന്റർനാഷണൽ ദാതാവാണ്. അതായത് കടൽ കടന്ന് സ്വന്തം ചെലവിൽ, വിമാനം ചെലവിൽ ഫ്രാൻസിൽ വന്ന് അദ്ദേഹം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റീസൺ അദ്ദേഹം പറയുന്നത് അദ്ദേഹം വളരെ വിശിഷ്ടമായ അല്ലെങ്കിൽ ഒരു മൂല്യമുള്ള ഒരു ബ്ലഡ് ഉടമയാണ്, ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ഉടമയാണ്. അത് അദ്ദേഹം പറയുന്ന സ്വർണ്ണരക്തം എന്ന് പറയുന്ന RH നൾ എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ് അതിൻ്റെ ഉടമയാണ്. അപ്പം ഞാൻ അപ്പോഴാണ് ഞാൻ ഇത്തരത്തിലൊരു ഗ്രൂപ്പിനെ പറ്റി എന്താണ് സംഭവം നോക്കാൻ നോക്കിയത്. സെക്രട്ടറി ഷംസു യാക്കൂബ് അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് സലീം ഷുക്കൂർ, CCS രക്തബന്ധു കോർഡിനേറ്റർ അനീഷ് കൊച്ചി, സെൻട്രൽ സ്ക്വയർ മാൾ സെന്റർ ഹെഡ് ബ്ലീസൻ ആന്റണി, മാർക്കറ്റിംഗ് മാനേജർ TK മുഹമ്മദ് നദീം, ടെക്നിക്കൽ മാനേജർ പോൾ പാണ്ഡി, ലൂർദ് ബ്ലഡ് ബാങ്ക് സൂപ്പർവൈസർ സിസ്റ്റർ ജോസ്ന മാത്യു, ബ്ലഡ് കോർഡിനേറ്റർ AK വാഹിദ എന്നിവർ പ്രസംഗിച്ചു. വളരെ മാതൃകാപരമായിട്ട് അവരുടെ എല്ലാ പ്രവൃത്തികളും, കുടുംബകാര്യങ്ങളും, പ്രത്യേകിച്ച് ഒരു സ്ത്രീകളൊക്കെ ആകുമ്പോൾ അവർക്ക് വീട്ടിലെ ദൂരം കാര്യങ്ങളും അതെല്ലാം വളരെ വേഗത്തിൽ തീർത്തുകൊണ്ട് ഇവിടെ തന്നെ ഇവിടെ തൊഴിലെടുക്കുന്ന കുട്ടികൾ ഇവിടെ ബ്ലഡ് കൊടുക്കാൻ ധാരാളമായി വന്നു. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ ഈ 153ാമത്തെ ബ്ലഡ് ക്യാമ്പിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യവും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. സ്ത്രീകൾക്ക് ഈ ഹീമോഗ്ലോബിൻ്റെ അളവ് വളരെ കുറവാണ്. കാര്യം അവർ ചെറുപ്പമാണെങ്കിലും വലിപ്പമാണെങ്കിലും 100ഓളം പേർ രക്തം ദാനം ചെയ്തു. തുടർന്ന് ലൂർദ് നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.